നീ ഇപ്പോ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തത് നിന്റെ സ്വന്തം ഡെസിഷൻ ആയിരുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലോ. ലൈക്ക് എനിക്ക് തോന്നി, ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ അല്ലേ? നീ മോർണിംഗ് എഴുന്നേറ്റപ്പോ ഏത് ഷർട്ട് ഇടണം, ഏത് കോഫി ഓർഡർ ചെയ്യണം, ഇന്ന് എന്ത് വർക്ക് ചെയ്യണം, നിന്റെ ജീവിതത്തിൽ എല്ലാ ചെറിയ കാര്യങ്ങളും നീ തന്നെ ചൂസ് ചെയ്തതാണെന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. പക്ഷെ ജസ്റ്റ് സ്റ്റോപ്പ് ഫോർ 1 സെക്കൻഡ് ആൻഡ് തിങ്ക്. നിന്റെ ഓരോ ഡെസിഷന്റെയും പിന്നിലും ഒരു വലിയ ചെയിൻ റിയാക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുമോ? നാളെ നീ പറയാൻ പോകുന്ന ഒരു വാക്ക് നിന്റെ ഫ്യൂച്ചർ മാറ്റിമറിക്കുന്ന ഒരു ബിഗ് ഡെസിഷൻ, ഇതെല്ലാം ശരിക്കും നീയാണോ തിരഞ്ഞെടുത്തത്, അതോ നിന്റെ ബ്രെയിന് നിന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ഇല്യൂഷൻ ആണ് ഇത്? ഞാൻ എന്ന ഈ ഈഗോ, എന്റെ തീരുമാനങ്ങൾ എന്ന ഈ സ്വാതന്ത്ര്യം, ഇതൊക്കെ വെറും ഒരു മനോഹരമായ ഇല്യൂഷൻ ആണെന്ന് നീ തിരിച്ചറിയുമ്പോൾ നിന്റെ ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറും. ടുഡേ വി ആർ ഡൈവിംഗ് ഡീപ്പ് ഇൻ ടു ഹാർഡ് ഡിറ്റർമിനിസം. ഹാർഡ് ഡിറ്റർമിനിസം എന്നത് കേവലം ഒരു ഫിലോസഫിക്കൽ തിയറി അല്ല, ഇതൊരു ഫിസിക്സിന്റെ നിയമമാണ്. സിമ്പിളായി പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ സംഭവങ്ങളും ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുന്നത് മുതൽ നീ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ചിന്തിക്കുന്ന ചിന്ത വരെ മുൻപ് നടന്ന കാര്യങ്ങളുടെ ഇന്നാവിറ്റബിൾ ആയ റിസൾട്ടാണിത്. ഒരു ജെയിൻ ഡോമിനോ എഫക്റ്റ് പോലെ വൺ തിങ് ലീഡ്സ് ടു അനദർ. ഈ ബട്ടർഫ്ലൈ എഫക്റ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. നിങ്ങൾ ലപ്ലാസിസ് ഡീമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 19-ാം നൂറ്റാണ്ടിലെ ഗണിത ശാസ്ത്രജ്ഞൻ പിയറി സൈമൺ ലപ്ലാസ് പറഞ്ഞ ഒരു ചിന്ത പരീക്ഷണമാണിത്. പ്രപഞ്ചത്തിലെ ഓരോ ആറ്റത്തിന്റെ സ്ഥാനവും അതിന് സഞ്ചരിക്കാനുള്ള വേഗതയും കൃത്യമായി അറിയുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ നിന്റെ ഭാവിയിലെ ഓരോ നീക്കവും ഓരോ ഡിസിഷനും നിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ പോലും കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ പറഞ്ഞാലും ഒരു തെറ്റില്ല. നീ ഒരു ബയോളജിക്കൽ കമ്പ്യൂട്ടറാണ്. നിന്റെ DNA, നീ വളർന്ന എൻവിറോൺമെന്റ്, നീ കണ്ട മൂവീസ്, നിന്റെ ട്രോമാസ്, നിനക്ക് ലഭിച്ച ഉറക്കം, ഇപ്പോൾ നിന്റെ ശരീരത്തിലുള്ള ഹോർമോൺ ലെവൽസ്, ഇതെല്ലാം ചേർന്ന് നിന്റെ ഓരോ തീരുമാനത്തെ നിർണയിക്കുകയാണ്. ഉദാഹരണത്തിന് രാവിലെ നീ ബ്രെഡ് കഴിക്കണമെന്ന് തിരഞ്ഞെടുത്തത് നിന്റെ ചൈൽഡ്ഹുഡ് ഫുഡ് ഹാബിറ്റ്സിന്റെ തുടർച്ചയാണ്. നീ ഇന്ന് വർക്ക് ചെയ്യാൻ മടിച്ചത് ഇന്നലെ നീ കണ്ട ഒരു റീൽ നിന്നെ ലേസിയാക്കിയത് കൊണ്ടാണ്. നീ ഒരു ഡെസിഷൻ എടുക്കാൻ വൈകുന്നത് പാസ്റ്റ് ലൈഫിലെ ഒരു റിജക്ഷന്റെ സ്ട്രെസ് കാരണമാണ്. നിനക്കെല്ലാം മാറ്റണമെന്ന് തോന്നിയാൽ ആ മാറ്റം വരാൻ പോലും നിന്റെ സാഹചര്യങ്ങൾ ഒത്തുവരണം. സോ യഥാർത്ഥത്തിൽ ഒരു ഫ്രീ വിൽ അവിടെ ഉണ്ടോ? 1980-കളിൽ ബെഞ്ചമിൻ ലിബറ്റ് എന്ന ന്യൂറോ സയന്റിസ്റ്റ് ഒരു പരീക്ഷണം നടത്തി. ഒരു കൂട്ടം ആളുകളോട് അവർക്ക് തോന്നുമ്പോൾ ഒരു കൈ അനക്കാൻ പറഞ്ഞു. അവർക്ക് ആഗ്രഹം തോന്നിയ ആ കൃത്യസമയം അവർ ആ ക്ലോക്കിൽ നോക്കി കുറിച്ചു. അതേസമയം അവരുടെ തലച്ചോറുള്ള ആക്ടിവിറ്റി EEG വഴി റെക്കോർഡ് ചെയ്തു. റിസൾട്ട് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കൈ അനക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് 200 മില്ലി സെക്കൻഡ് മുമ്പ് തന്നെ നിങ്ങളുടെ തലച്ചോറുള്ള ആ പ്രവർത്തിക്കുള്ള സിഗ്നൽ തുടങ്ങിക്കഴിഞ്ഞു. റെഡിനെസ് പൊട്ടൻഷ്യൽ തുടങ്ങിക്കഴിഞ്ഞു. അതായത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കും മുമ്പേ നിങ്ങളുടെ തലച്ചോറ് അത് തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് സ്വതന്ത്ര ഇച്ഛ, ഫ്രീ വിൽ ഇല്ലേ? ലിബറ്റ് അതിനൊരു മറുപടി നൽകി. തീരുമാനങ്ങൾ തലച്ചോറിൽ തുടങ്ങുമെങ്കിലും അത് പ്രവർത്തിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് വേണമെങ്കിൽ അത് വിറ്റ്ഡ്രോ ചെയ്യാം, അഥവാ ആ തീരുമാനത്തെ തടയാം. നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടേതാണോ അതോ തലച്ചോറിൻ്റെതാണോ? വൺ ബ്രെയിൻ ടു മൈൻഡ്സ്. നിങ്ങളുടെ തലച്ചോറിന് 2 വ്യക്തിത്വങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു മനുഷ്യന്റെ തലച്ചോറ് 2ആയി മുറിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. തീവ്രമായ എപ്പിലെപ്സി മാറ്റാൻ വേണ്ടി ചില രോഗികളുടെ തലച്ചോറിന്റെ 2 ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോർപ്പസ് കോളസം എന്ന നാഡിക്കെട്ട് മുറിക്കാറുണ്ട്. റോജർ സ്പൈർ എന്ന ശാസ്ത്രജ്ഞൻ ഇവരെ പഠിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കണ്ടെത്തിയത്. ഇടതുവശത്തെ കണ്ണിന് മുന്നിൽ ഒരു വസ്തു കാണിച്ചാൽ രോഗിക്ക് അത് എന്താണെന്ന് പറയാൻ കഴിയില്ല. കാരണം സംസാര ശൈലി തലച്ചോറിന്റെ ഇടതു ഭാഗത്താണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇടത് കൈകൊണ്ട് അവർ ആ വസ്തുവിനെ ശരിയായി തിരഞ്ഞെടുക്കും. വലതുഭാഗം വസ്തുവിനെ തിരിച്ചറിയുന്നുണ്ടെങ്കിലും ഇടത് ഭാഗത്തുള്ള സംസാരശേഷിയുമായി അത് ബന്ധപ്പെടുന്നില്ല. ഈ എക്സ്പെരിമെന്റ് പ്രധാന സത്യം തുറന്നു കാട്ടുന്നു. നമ്മുടെ ലോജിക്, ഭാഷ എന്നിവ ഇടത് തലച്ചോറിനും ക്രിയേറ്റിവിറ്റിയും മുഖം തിരിച്ചറിയലും വലത് തലച്ചോറാണ് നിയന്ത്രിക്കുന്നത്. സാധാരണഗതിയിൽ ഇവ രണ്ടും ചേർന്ന് ഒരൊറ്റ പേഴ്സൺ, അതായത് നമ്മളെ സൃഷ്ടിക്കണു. ഈ പരീക്ഷണം നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഒന്ന് മാത്ര, നമ്മുടെ ഞാൻ, സെൽഫ് എന്നത് എത്രത്തോളം കോംപ്ലക്സ് ആണ്. ഈ തലച്ചോറിന്റെ 2 ഭാഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പൂർണ്ണരാകുന്നത്.
നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനവും ശരിക്കും നിങ്ങളുടേതാണോ? പ്രശസ്ത ന്യൂറോ സയന്റിസ്റ്റ് റോബർട്ട് സപ്പോൾസ്കി പറയണത് അല്ല എന്നാണ്. ആഫ്രിക്കയിൽ വർഷങ്ങളോളം ബാബുണുകളെ പഠിച്ച സപ്പോൾസ്കിയുടെ നിഗമനം ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഓരോ പെരുമാറ്റത്തിന് പിന്നിൽ നമ്മുടെ ജനികം, ഹോർമോണുകൾ, വളർന്ന സാഹചര്യം, തലച്ചോറിന്റെ ഘടന എന്നിവയുടെ വലിയ ശൃംഖല തന്നെ ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള നിമിഷത്തിൽ അത് ചെയ്യുകയല്ലാതെ നമുക്ക് വേറെ വഴിയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ബിഹേവ് എന്ന പുസ്തകത്തിൽ ഇതൊരു വലിയ ചർച്ചയുണ്ട്. ഫ്രീ വിൽ എന്നത് ഒരു മിഥ്യ മാത്രമാണ്, ഇല്ലൂഷൻ മാത്രമാണ്. ലിബർട്ടിന്റെ പരീക്ഷണങ്ങളും സ്പ്ലിറ്റ് ബ്രെയിൻ പാഠങ്ങളും അദ്ദേഹത്തിന് തെളിവായി ചൂണ്ടിക്കാട്ടുന്നു. പക്ഷെ ഇതൊരു നിരാശയെ കാണേണ്ടതില്ല, മറിച്ച് മറ്റുള്ളവരുടെ തെറ്റുകൾ കാണുമ്പോൾ നമുക്കൊരു കുറച്ചും കൂടി ഒരു കരുണ തോന്നായി സഹായിക്കും. കാരണം ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് പിന്നിൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത പല കാരണങ്ങളുണ്ട്. ഈ 3 എക്സ്പെരിമെന്റിന് ശേഷം നിങ്ങൾക്ക് സ്വതന്ത്ര ഇച്ഛ ഇല്ലെങ്കിൽ ഫ്രീ വിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇനി അടുത്ത ഘട്ടം, നമ്മൾ നമ്മുടെ ഫേറ്റിന്റെ ക്രിയേറ്റേഴ്സ് അല്ല, നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. നമ്മൾ ഈ പേടിച്ചുണ്ടാക്കിയെടുത്ത ഒരു ജയിലിനെയാണ് ഈ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയണത്. ഇനി ഇതിന്റെ ഏറ്റവും മനോഹരമായ ഭാഗം, if there is no God judging us, no heaven or hell, no final court, അപ്പോൾ നിന്റെ ഫെയിലർസും ഗിൽട്ടും റിഗ്രറ്റും എല്ലാം കുറയുന്നില്ലേ? If you couldn't have done otherwise, you are neither a saint nor a sinner. You're just a human being operating through nature's laws. This is not bad news, bro. This is pure liberation. നിനക്ക് നിന്നെ തന്നെ forgive ചെയ്യാൻ കഴിയും. മറ്റുള്ളവരോട് കൂടുതൽ കമ്പാഷൻ കാണിക്കാൻ കഴിയും. കാരണം അവന് നിന്നെ പോലെ തന്നെ ഈ മെഷീനിലെ ഒരു പാർട്ടാണ്. സോ ലൈഫ് ഗോസ് ഓൺ. കീപ് മേക്കിംഗ് ദ ചോയ്സസ് യു ഫീൽ ലൈക്ക്. പക്ഷെ അത് നീ ഇപ്പൊ ചെയ്യുമ്പോൾ നിനക്കൊരു അവയർനെസ് ഉണ്ട്, സ്ട്രിങ്സ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ജീവിതം എന്ന ഡാൻസ് ആസ്വദിക്കുക. വി ആർ ആൾ പെപ്പറ്റ്സ്, ബട്ട് വി ആർ ദ ഓൺലി പെപ്പറ്റ്സ് ഹു ലേൺ ടു ലവ് അവർ സ്ട്രിങ്സ്. ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എന്നത് ഈ ജീവിതം എന്ന നാടകം എപ്പോഴും എഴുതപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് പൂർണ്ണ അറിവോടും ആസ്വദിച്ച് അഭിനയിച്ച് തീർക്കുക എന്നതാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ നിനക്ക് സമാധാനവും സ്നേഹവും കൂടും. ഇതൊരു ഇമ്പാക്ട്ഫുൾ ടോപ്പിക് ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വന്നിട്ട് എന്നോട് 2-3 വട്ടം കമന്റ് ചോദിച്ചായിരുന്നു ഹാർഡ് ഡിറ്റർമിനേഷനെ കുറിച്ച് സംസാരിച്ചു. ഓക്കെ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചോയ്സ് എന്ന് നീ കരുതിയ നിമിഷം യഥാർത്ഥത്തിൽ ഒരു ഇല്യൂഷൻ ആയിരുന്നു. നമുക്ക് ഫ്രീ വിൽ എന്നൊരു കാര്യമില്ലേ? അവസാനം നീ എടുത്ത തീരുമാനം അത് നീ തന്നെ എടുത്ത തീരുമാനം തന്നെയാണോ? I'm Royce signing off. This was just my stupid thoughts.